പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ദൈവവചനത്തിൻ്റെ തീമഴ എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട റോമാപുസ്തകം 8-ാം അധ്യായം 1-2 വചനം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിൽക്കുന്നവർക്ക് യാതൊരു വിധത്തിലുള്ള ശിക്ഷാവിധി ഇല്ല എന്നാണ് വചനം ഓർമ്മപ്പെടുത്തുന്നത്. പിതാവിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന ഏക മധ്യസ്ഥനാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് രക്ഷ. അതാണ് അപ്പോസ്തലന്മാർ പറയുന്നുണ്ട്, മനുഷ്യരുടെ രക്ഷയ്ക്ക് ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറെ ഒരു നാമമില്ല, യേശു എന്ന നാമമല്ലാതെ. അതാണ് പൗലോസ്ലീഹായി നമ്മളെ പഠിക്കുന്നത്. ഓർമ്മ സെറ്റിൽ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, ദൈവങ്ങളെന്ന് വിളിക്കപ്പെടുന്നവർ ആകാശത്തിന് മുമ്പിൽ ഉണ്ടെന്നിരിക്കട്ടെ, എന്നാൽ നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, അത് ഈ കർത്താവാണ്, ഈ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ഈ കർത്താവ്. അപ്പോൾ ആ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെടുക. കാരണം യേശു ക്രിസ്തുവാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന് നമ്മുടെ പാപങ്ങൾ സ്വന്തം ചുമലിൽ ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ ബലിയായി തീർന്ന് നമ്മളെ പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്ന ഏക ആൾ, പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ഏക മധ്യസ്ഥൻ കർത്താവായ യേശു ക്രിസ്തു. വിശുദ്ധരൊക്കെ മധ്യസ്ഥം, അമ്മ മാതാവിൻ്റെ വിശുദ്ധരെ മധ്യസ്ഥം യേശു ക്രിസ്തുവിലേക്കാണ് കടന്നു ചെല്ലുന്നത്. യേശു ക്രിസ്തുവാണ് ഇതെല്ലാം പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊടുത്ത് പിതാവിൻ്റെ മക്കളായിട്ട് നമ്മളെ മാറ്റി തീർക്കുന്ന ആൾ. അപ്പോൾ അതിൽ യേശു ക്രിസ്തുവിനോട് നമ്മൾ ഐക്യപ്പെട്ട് നിൽക്കണം. റോമ 8:7-8 വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നു, ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്, അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടാൻ അതിന് സാധിക്കുകയുമില്ല. അപ്പം ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിക്ക്, ആ മനസ്സുള്ള വ്യക്തിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാൻ കഴിയില്ല. അവർക്ക് പരിശുദ്ധ വചനം, പരിശുദ്ധ കുർബാന, കുമ്പസാരം എല്ലാം അവർക്ക് നാണംകെട്ട കാര്യമായിരിക്കും. അവർക്കത് താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് അതിനോട് ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇവർ ദൈവത്തിന്റെ ശത്രുവാണെന്ന് പറയുന്നത്. അവർക്ക് ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല, അവരത് അനുസരിക്കത്തുമില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം ഓർക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങൾ വസിക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അപ്പോൾ ജഡിക താല്പര്യങ്ങൾ മുഴുകിയിരിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും ക്രിസ്തുവിൻ്റെ ഉണ്ടാവില്ല. അവർക്ക് എളിമയുണ്ടാവില്ല, അവർക്ക് ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയായിട്ട് അവർ കാണും. അപ്പോൾ പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, പരിശുദ്ധ ഉപസാരം നടത്തുക, ഇതൊക്കെ എപ്പോഴും പോരായ്മയായിട്ട് അങ്ങനെയുള്ള ആളുകൾ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, എന്നാൽ യേശു ക്രിസ്തുവിനെ ഐക്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരിക്കലും ശിക്ഷാവിധിയില്ല, നാശമില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർപ്പെടുത്തണം. നമ്മൾ ക്രിസ്ത്യാനികൾ, കർത്താവിൻ്റെ മക്കൾ, കർത്താവിനെ രുചിച്ചറിഞ്ഞ് നമ്മൾ ഒരിക്കലും ഈ ക്രിസ്തുവിൽ നിന്ന് വിട്ടുപോകാൻ പാടില്ല. അതാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ ആ മാതൃക പിന്തുടർന്നു, അവർ കർത്താവിനെ മുറുകെ പിടിച്ചു. അതിൻ്റെ ബന്ധഫലം ഈ കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടു. എന്നാൽ നമ്മളും ഈ ക്രിസ്തുവിനെ മുറുകെ പിടിക്കുന്നില്ല, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവത്തെ പകർന്നു കൊടുക്കുന്നില്ലെങ്കിൽ നമ്മുടെ വരുന്ന തലമുറകൾ ഒരു പക്ഷേ വലിയ നാശത്തിലേക്കും തകർച്ചയിലേക്കും, അവർ നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ തന്നെ ആത്മഹത്യ ചെയ്യുന്ന, അങ്ങനെയുള്ള തകർന്ന അവസ്ഥ, അല്ലെങ്കിൽ മദ്യം മയക്കുമരുന്നിലൊക്കെ ആശ്രയം കണ്ടെത്തുന്ന, തകർന്ന് തരിപ്പണമായി പോകുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ പ്രതിസന്ധി പ്രശ്നം വരുമ്പോൾ തന്നെ തകർന്നു പോകുന്ന ആളുകളുടെ ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തണം. അപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് നിൽക്കാനുള്ള കൃപ എല്ലാവർക്കും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.